നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിലാണല്ലോ. അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഫുട്ബോളിൽ ഇപ്പോഴുള്ള വൈരം എല്ലാവർക്കും അറിയാം. ഇന്നലെ ഒളിമ്പിക്സിൽ അർജന്റീനയും മൊറോക്കോയും തമ്മിൽ നടന്ന മത്സരത്തിന് അവസാനം ഉണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാവരും കണ്ടതാണ്. വലിയ വിവാദമായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇത് ഫ്രാൻസ് അർജന്റീനയോട് ചെയ്ത ചതിയാണ്, വളരെ മോശമായിട്ടുള്ള ഓർഗനൈസിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണം വരുന്നു. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. അർജന്റീൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള പാബ്ലോ കഡോസയുടെ അഭിപ്രായം, അർജന്റീനയ്ക്ക് ഒരിക്കലും ഫ്രാൻസിൽ കളിക്കാൻ പറ്റില്ല, നമ്മളെ അവര് ശത്രുക്കളെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു മത്സരം തുടങ്ങിയത് മുതലുള്ള അറ്റ്മോസ്ഫിയർ വളരെ ഹൊസ്റ്റൈലായിട്ടുള്ള ഒന്നായിരുന്നു. അതുപോലെ തന്നെ നോക്കുക, ഇവിടെ യഥാർത്ഥത്തിൽ മൊറോക്കൻ ആരാധകരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് വേണ്ടത്, ഒളിമ്പിക് ഗെയിംസിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുകയാണ് വേണ്ടത്. അവർ ബോംബാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് എറിഞ്ഞത് എന്ന കാര്യം ഓർക്കുക. ഇവിടെ നമ്മളൊരു അനാലിസിസ് നടത്തേണ്ടതില്ല, ഇതൊരു ഗ്ലോബൽ ഷെയിമാണ് എന്നാണ് പാബ്ലോ കഡോസയുടെ അഭിപ്രായം. അതേസമയം മറ്റൊരു അർജന്റീൻ ആരാധകരുടെ അക്കൗണ്ടിൽ പറയുന്നത്, ഇങ്ങനെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, ഇത് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ളൊരു സ്കാൻഡൽ തന്നെയാണ്. USA എങ്ങനെയാണ് കോപ്പ അമേരിക്ക നടത്തിയത് എന്നതിനെ കുറിച്ച് പലരും പൂർ ഓർഗനൈസിംഗ് ആണെന്ന് പറയുന്നില്ല. പക്ഷെ ഫ്രാൻസിനെയാണ് നമ്മൾ കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത്. ഒരുപാട് വർഷങ്ങൾ അവർക്ക് ഈ കോമ്പറ്റീഷന് വേണ്ടി സമയം കിട്ടിയിട്ടില്ലേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. മത്സരം ഈ രൂപത്തിൽ അവസാനിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. മണിക്കൂറുകളോളം താരങ്ങൾ ലോക്കർ റൂമിൽ കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നു എന്നുള്ളത് പൂർ ഓർഗനൈസിങ് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ള വാദം വരുന്നത്. ചുരുക്കത്തിൽ ഫ്രാൻസ് ഇത് ഓർഗനൈസ് ചെയ്ത് ഒട്ടും ശരിയായ രൂപത്തിലല്ല എന്നാണ് ഇവരൊക്കെ ഇപ്പോൾ ആരോപിക്കുന്നത്. കഴിഞ്ഞില്ല. ഇനി അർജന്റീനയുടെ താരം ജെറോണിമോ റുള്ളി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കളിച്ചയാളാണ്. അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: എല്ലാവരുടെയും ഒരു ക്ഷമക്കും നിങ്ങൾ അയച്ച മെസ്സേജിന് നമുക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുക എന്നുള്ളതിൻ്റെ റിവാർഡ് എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇവർ ഞങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ, രാജ്യത്തിൻ്റെ പതാക ഉയരത്തിൽ പറത്തുന്നതിന് വേണ്ടി കഴിയാവുന്നതൊക്കെ ചെയ്യും ഓൾ ടുഗെദർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജെറോണിമോ റുള്ളി അവസാനിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇവിടെ ഇങ്ങനെയൊക്കെ ആവും ഫ്രാൻസിൽ കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവും അർജന്റീൻ ടീമിന് ലഭിക്കുക, അവരുടെ ട്രീറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ആവും എന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാണ് റുള്ളി പറഞ്ഞതെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വില്ലോറയില് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പോയി. അവർ കുറിച്ചത് ഇങ്ങനെയാണ്: അവർ നമ്മളെ അപമാനിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ദേശീയ ആന്തം, അതായത് നമ്മുടെ നാഷണൽ ആന്തം, ദേശീയ ഗാനം ചൊല്ലുമ്പോൾ പോലും അവര് കൂവി വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ കളിയാക്കാൻ വേണ്ടി അവിടെയുള്ളവർ ശ്രമിച്ചു. എന്നിട്ടെന്താണ്, അർജന്റീന എപ്പോഴും മഹത്തായ രാജ്യമാണ്, അതിൻ്റെ മഹത്വം ഉയർന്നുകൊണ്ടേയിരിക്കും എന്നാണ് അവർ പ്രതികരിച്ചത്. ചുരുക്കത്തിൽ അവിടെ അർജന്റീനയെ മനഃപൂർവ്വം മോശമാക്കാനും അർജന്റീനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് കടക്കുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.